തിങ്കളാഴ്ച ജൂൺ 2-ാം തീയതി കേരളത്തിലെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. ചിലയിടത്തൊക്കെ പ്രവേശനോത്സവം നടത്താൻ പോകുന്നത് കേട്ടു. എനിക്ക് പ്രവേശനോത്സവം നടത്തുന്നവരോടൊന്ന് പറയാനുള്ളൂ, അന്നത്തെ ദിവസം നെടുനീളൻ പ്രസംഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വരാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തിന് സംഭവിക്കാവുന്ന രോഗങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ചകൾക്കുള്ള വേദിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിൽ അധ്യാപകർക്ക്, രക്ഷാകർത്താക്കൾക്ക് പങ്കുണ്ട്. അവർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക്, NGO, രാഷ്ട്രീയ പ്രവർത്തകർക്ക്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആളുകൾക്ക്, എല്ലാവർക്കും ഇതിൽ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനാവും. അപ്പോൾ അന്നത്തെ ദിവസം ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു വേദിയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാനിങ്, ഈ വരുന്ന നാളുകളിലേക്ക് വരുന്ന ഒരു പ്ലാനിങ് ആണ് സംഭവിക്കേണ്ടത്. ഇതിൽ അപകട സാധ്യതകൾ എന്നുള്ളത് കേരളത്തിലെ ഓരോ സ്കൂളിലും ഓരോ തരത്തിലായിരിക്കും എന്നുള്ളതുകൊണ്ട് ആ സാഹചര്യത്തിൽ ആ സ്കൂളിൽ ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ അപകട സാധ്യതകൾ ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടെത്തുക എന്നുള്ളതാണ്. അത് സ്കൂളിന് അകത്ത് വെച്ചായിരിക്കാം, അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ആവാം, ചുറ്റുമുള്ള സ്ഥലങ്ങളിലുള്ള സുരക്ഷിതത്വക്കുറവ് ഏതൊക്കെ തരത്തിലുണ്ടാവാൻ സാധ്യതയാണ് നേരത്തെ കണ്ടെത്തേണ്ടതുണ്ട്. മരം വീണിട്ടാവാം, ബിൽഡിങ്ങിൻ്റെ തകർന്നു പോകുന്നതാവാം, ഇലക്ട്രിസിറ്റി ഷോക്കിൻ്റെതാവാം, അത് പലതായിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഓരോരുത്തരും നമ്മൾ വന്ന് ഈ പ്രസംഗം ഇരിക്കുന്നവർ സ്കൂളിലും ചുറ്റുവട്ടത്തിലൊന്നും നടന്ന് നോക്കുക. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇന്ന മരത്തിൻ്റെ ചില്ലകൾ താങ്ങി വീഴാൻ സാധ്യതയുണ്ടല്ലോ, ഇന്നടുത്തുനിന്ന് ഇലക്ട്രിക്കൽ ഷോക്കിൻ്റെ വഴിയുണ്ട്, ഇന്നടുത്തുനിന്ന് കുട്ടികൾ വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ആ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തിൻ്റെയും അപകട സാധ്യതകളെക്കുറിച്ച് എല്ലാവർക്കും കൂടി അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള നടപടികളും അന്നോ അതിനടുത്ത ദിവസങ്ങളിലോ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, സ്കൂളുകളിൽ നിന്ന് നടന്നു പോകുന്ന കുട്ടികളുടെ കാര്യം. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും അത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. എങ്കിലും ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയി വരുന്നതെന്നുള്ള ഒരു പ്ലാനിങ് വേണ്ടതുണ്ട്. അതിൽ നടന്നു പോകുന്ന കുട്ടികൾ ഏതൊക്കെ വഴികളിലൂടെ പോകുന്നു എന്നുള്ളതും ആ വഴികളുടെ സുരക്ഷിതത്വം നാട്ടുകാരുടെയും പഞ്ചായത്ത് അധികൃതയും അതുപോലെ തന്നെ ഒരു മുതിർന്ന വിദ്യാർത്ഥികളെ ഇത്തിരി ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കാം. അത് ചെറിയ കുട്ടികളെയും കൊണ്ട് വഴികളിൽ അപകടം എന്തെങ്കിലും പതിയിരിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കൊണ്ടാക്കാനുള്ള ഉത്തരവാദിത്തം മുതിർന്ന കുട്ടികൾക്കും ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഇന്ന് കൗമാരക്കാർക്ക് ലഹരി എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന് പകരം ഇതൊരു ലഹരിയാക്കി മാറ്റാം. ഒരു സ്നേഹത്തിൻ്റെ, ഉത്തരവാദിത്തത്തിൻ്റെ കാര്യം മുതിർന്ന കുട്ടികൾക്കും ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടി ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഓരോ സ്കൂളിലും പ്രത്യേക രീതിയിലായിരിക്കാം ഈ അപകട സാധ്യതകൾ. വഴികളിൽ മരച്ചോട്ടിൽ കുട്ടികൾ ചെന്ന് കയറി ഇലക്ട്രിക്കൽ ഷോക്ക്, വിദ്യുച്ഛക്തി കൊണ്ടുള്ള തകരാറ് ഉണ്ടാവാം. പോകുന്ന വഴിയിൽ നല്ല ഒഴുക്കുണ്ടാവാം. ഞാനിപ്പോൾ ഇന്ന് കണ്ടത് നല്ല ഒഴുക്ക് സാധ്യതയുള്ളൊരു ഓടയുടെ തുടക്കം തുറന്നാണിരിക്കുന്നത്. അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടി ഒഴുകി പോകുന്നത് ഒരുപാട് ദൂരത്തേക്ക് അടിയിലാണ്. നമ്മൾ പോയത് തന്നെയാണ്. അത്തരത്തിലുള്ള വഴികളുടെ അപകടങ്ങൾ പതിയിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടെത്തേണ്ടത് കാര്യങ്ങളുണ്ട്. അപ്പം സ്കൂൾ ബസ്സുകളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ, മറ്റ് ഓട്ടോറിക്ഷയിൽ അതിൻ്റെ സുരക്ഷിതത്വം നോക്കേണ്ടതുണ്ട്. സൈക്കിളിൽ പോകുന്ന കുട്ടികളുടെ വഴികളും നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അന്നത്തെ ദിവസം ഓരോ സ്കൂളിലും വരുന്ന അപകട സാധ്യതകളെക്കുറിച്ചുള്ള തിരിച്ചറിവും പരിഹാര മാർഗങ്ങളും അന്ന് ചർച്ച ചെയ്യണം. രണ്ടാമത്തെ കാര്യം, രക്ഷിതാക്കളെയും കുട്ടികളെയും നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യം, പകർച്ചവ്യാധികൾ ഈ കാലഘട്ടത്തിൽ വളരെയേറെ കൂടുതലാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വായുവിലൂടെ പകരുന്ന, കൊതുകുകളിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ, ഭക്ഷണത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ. ഏറ്റവും കൂടുതലും നമ്മൾ അറിയേണ്ടത് വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികളെ കുറിച്ചാണ്. കാരണം വെള്ളത്തിലൂടെ പകർച്ചവ്യാധികൾ നമുക്ക് പരിധിവരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. സ്കൂളിൽ കൊടുക്കുന്ന വെള്ളം എന്താണ്, ഭക്ഷണം ഏത് രീതിയിലാണ്, വീട്ടിൽ കൊടുക്കുന്ന വെള്ളം എന്താണ്, അത് ചുറ്റുവട്ടത്തു നിന്നൊക്കെ വെള്ളം മറ്റുള്ള കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എളുപ്പത്തിൽ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ തന്നെ കൊതുക് നിവാരണത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൊതുക് നിവാരണത്തിന് സ്കൂൾ കുട്ടികളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അത് വീട്ടിൽ വെച്ചും സ്കൂളിൽ വെച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കണം എന്നുള്ള കാര്യം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് തടയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ. അതിൽ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഒരു 3-4 അസുഖങ്ങളെ പറ്റി ആലോചിക്കണം. ഏറ്റവും കൂടുതൽ ജലദോഷവും പനിയുമായിട്ട് വരുന്ന പകർച്ചപ്പനികൾ, ഇൻഫ്ലുവൻസ, അതുപോലെ തന്നെ മറ്റു വൈറസുകളുടെയും പകർച്ചപ്പനികളാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ
ഇവിടെയൊക്കെ കഴുകിൻ്റെ വെളുപ്പ് ചെറിയ പുളം പോലെ പൊന്തിയിരുന്നു. ചിക്കൻ ബോക്സ് ആണ് നമ്മൾ വയ്ക്കും. ചിക്കൻ ബോക്സ് അല്ല, വായിലും ഉള്ളം കൈയിലൊക്കെ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പടരുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടി വന്നു കഴിഞ്ഞ് സ്കൂളിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പലർക്കുമായിട്ട് കിട്ടും. അതുകൊണ്ട് വലിയ അപകടം ഇല്ലെങ്കിൽ പോലും അതും ഒഴിവാക്കേണ്ടതാണ്. പിന്നെ കണ്ണിൻ്റെ അസുഖങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കുട്ടിയിൽ നിന്ന് ഒരുപാട് കുട്ടികളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും അസുഖത്തിൻ്റെ തുടക്കം കുഞ്ഞുങ്ങൾ കണ്ടാൽ സ്കൂളിൽ പറഞ്ഞേക്കണ്ടെന്ന് രക്ഷിതാക്കളുടെ അടുത്ത് പറയാം. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ദിവസം കുട്ടികൾ സ്കൂളിൽ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ചെറിയ കുട്ടികളുടെ കാര്യമാണ് പ്രത്യേകിച്ചും പറയുന്നത്. അത് സ്കൂളിൽ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. അധ്യാപകരും അതുപോലെ തന്നെ വന്ന ദിവസം ഒന്ന് കുട്ടികളെ സ്ക്രീൻ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികളാണെന്ന് അവരെ വീട്ടിലേക്ക് തിരിച്ചയക്കുക. അപ്പോൾ അധ്യാപകർക്ക് ഈ കാലഘട്ടത്തിൽ വളരെയധികം പങ്കാളിത്തം ഇതിൻ്റെ അകത്തുള്ളുണ്ട്. വരുന്ന ദിവസങ്ങൾ വലിയ നീണ്ട ഒരു കാര്യം വേണ്ട, കണ്ട ഒരു കുഴപ്പമുള്ള കുട്ടിയാണ് തിരിച്ചറിഞ്ഞാൽ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഡെങ്കിൻ്റെ കാര്യമുണ്ട്, ഇൻഫ്ലുവൻസിൻ്റെ കാര്യമുണ്ട്, അതുപോലെ തന്നെ ഈ ചെറിയ മറ്റ് വൈറസിൻ്റെ പകർച്ചവ്യാധികളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. കോവിഡും നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ എണ്ണം കൂടി വരുന്നത്. പക്ഷേ കോവിഡ് അത്രയൊന്നും തീവ്രമായ കാര്യങ്ങളൊന്നും അല്ല. എല്ലാത്തിനും നമുക്ക് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്കൊക്കെ നമ്മൾ അനുവർത്തിച്ചിരുന്ന കുറച്ചേറെ കാര്യങ്ങൾ, കൈ കഴുകുക, അകലം പാലിക്കുക, ചുമക്കുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, മാസ്ക് ധരിക്കുന്നതാണെങ്കിൽ ഏറെ നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളായിരിക്കണം അന്നുണ്ടാവുന്നത്. നീണ്ട പ്രസംഗങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. പ്രസംഗിച്ച് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇതിലൊട്ടും കുറവ് വരാൻ പോകുന്നില്ല. നമ്മൾ പ്രവേശനോത്സവം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം കുട്ടികളുടെ ആരോഗ്യമായിരിക്കണം, കുട്ടികളുടെ അപകടം കുറച്ച് കുട്ടികളെ ജീവനോടെ ഉണ്ടാവുക എന്നുള്ളതിനായിരിക്കണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് രാഷ്ട്രീയ നേതാക്കന്മാരോടാണ് ഞാൻ പ്രത്യേകിച്ചും ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് സ്കൂൾ തുറക്കുന്നത്. നന്ദി.